വീട്ടമ്മമാർക്കൊക്കെ വളരെ അധികം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കണ്ടോ, ഇത് എൻ്റെ കിച്ചണിൻ്റെ സിങ്കാണ് ഈ കാണുന്നത്. സിങ്കിൻ്റെ ആ ഹോളിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചിരിക്കുന്നത് കണ്ടോ. ഇത് ഞാൻ മീനും ഇറച്ചിയൊക്കെ വൃത്തിയാക്കാനായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു സിങ്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വേസ്റ്റൊക്കെ അടിഞ്ഞുകൂടാനായിട്ട് ഞാനൊരു സൂത്രം വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഒരു ബോട്ടിലിൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മളുടെ ആ കിച്ചൺ സിങ്കിൻ്റെ നടുക്കുള്ള ഹോളിന് ചേർന്നിരിക്കുന്ന വിധത്തിലുള്ള അടപ്പായിരിക്കണം എടുക്കേണ്ടത്. ഞാനിങ്ങനത്തെ ഒരു അടപ്പ് എടുത്തിട്ടുണ്ട്. എൻ്റെ ആ കിച്ചൺ സിങ്കിൻ്റെ ആ ഹോളിന് ചേർന്ന ഒരടപ്പാണ് ഞാൻ വെച്ച് നോക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഞാനിപ്പോൾ ഒരു പപ്പടം കുത്തിയാണ് നന്നായിട്ട് ആ മെഴുകുതിരിയിലൊന്ന് കാണിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഞാൻ ഇങ്ങനത്തെ ഹോളിട്ട് കൊടുക്കുകയാണ്. ഒത്തിരി അങ്ങ് ചെറുതായി പോകരുത്, ഹോള് കുറച്ചും കൂടി വലുതായിരിക്കണം. ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ആ ഒരു രീതിയിലായിരിക്കണം ഹോള് ഉള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ വെള്ളം ബ്ലോക്കായിട്ട് കിടക്കരുത്, വെള്ളം പോകണം നന്നായിട്ട്. അതിന് ആ ഒരു രീതിയിലുള്ള ഹോള് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ആദ്യം ഇട്ടപ്പോൾ ഇച്ചിരി ചെറുതായി പോയി, പിന്നെ ഉള്ളത് പാകം അത്രയും മതി. അതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. നമുക്ക് നിരത്തി എല്ലാ സ്ഥലത്തും ആ അടപ്പിൻ്റെ എല്ലാ സൈഡിലും ഇതുപോലത്തെ ഹോള് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് പപ്പടം കുത്തിയൊക്കെ ചൂടാക്കിയിട്ട് പെട്ടെന്ന് ഇട്ട് കൊടുക്കാൻ പറ്റും. അത് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റിക് ആണല്ലോ നമ്മളുടെ അടപ്പ്, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഹോളിട്ട് കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ ആ അടപ്പിന് ഇതുപോലെ നിറച്ച് അങ്ങ് ഹോളിട്ട് കൊടുക്കുകയാണ്. നമ്മളതിനകത്ത് നമ്മൾ വാഷ് ചെയ്യുമ്പോഴേ വെള്ളം നന്നായിട്ട് പോകണം. അതുകൊണ്ട് തന്നെ ഇച്ചിരി വലിയ ഹോള് വേണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അപ്പം അങ്ങനെ ഞാൻ ആ പപ്പടം കുത്തി ചൂടാക്കി അതൊന്ന് ഉള്ളിലേക്ക് കയറ്റി വലിച്ചൊക്കെ ഒന്നെടുത്ത് ആ ഹോള് ഇച്ചിരി വലുതാക്കുന്നുണ്ട് ഞാൻ. ഇതുപോലെ ഈ ഒരു രീതിയിൽ നമുക്ക് ഹോളിട്ട് കൊടുത്തതിന് ശേഷം ആ കമ്പി ഒന്നകത്തേക്ക് കയറ്റി ഒന്നൊക്കെ വലിക്കുകയാണെങ്കിൽ നമ്മളുടെ ഹോള് നമ്മളുടെ ആ കമ്പിയുടെ ആ ഒരേ മുഴുപ്പിൽ തന്നെയാകും. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു രീതിയിൽ ഒന്ന് കുത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വലിച്ച് എടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് വെച്ച് കൊടുക്കുമ്പോൾ നമ്മളുടെ ആ ഹോള് നല്ല രീതിയിൽ ഹോളായി കിട്ടും. ഒത്തിരി അങ്ങ് വലുതാകണ്ട, ഇത്രയും മുഴുപ്പ് മതി. ഒത്തിരി വലുതായി പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രയോജനം നമ്മൾക്ക് കിട്ടത്തില്ല. ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലായിടത്തും ഇതുപോലെ ഹോളിട്ട് കൊടുക്കാം. ഞാൻ 1-2 ഹോളും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നിരപ്പിന് എല്ലായിടത്തും ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മളുടെ ബ്ലോക്കായി പോകരുത് നമ്മളുടെ സിങ്ക്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഞാൻ ഇതുപോലെ കുത്തി അങ്ങനെ ഹോളിട്ട് കൊടുത്തു. ഏകദേശമൊക്കെ എല്ലായിടത്തുമൊക്കെ ആയി വരുന്നുണ്ട്. അല്ല, നമുക്ക് ആ സ്പേസ് കാണുന്ന സ്ഥലത്തൊക്കെ എല്ലാം നമുക്ക് ഇതുപോലെ എന്നാൽ ഹോളിട്ട് കൊടുക്കണം. പൊട്ടിപ്പോകരുത്, ഹോളിടുമ്പോൾ പൊട്ടിപ്പോകരുത്. ഇപ്പം ഏകദേശമൊക്കെ ആയിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്ക് ആ ഓരോ ഹോളിലും ചെറിയ ഹോളൊക്കെ ഒന്ന് വലുതാക്കാൻ നമുക്ക് ഈ കമ്പി അങ്ങകത്തേക്ക് കയറ്റി ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുമ്പോൾ ആ ചെറുതായിട്ടുള്ള ഹോളൊക്കെ നമുക്കൊന്ന് വലുതായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ഹോളൊക്കെ നോക്കി ഇതുപോലെ ഒന്ന് കയറ്റി വലിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് വലിച്ച് കൊടുക്കാം. ആ കമ്പിയുടെ വണ്ണത്തിനനുസരിച്ചുള്ള ഹോളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മുഴുപ്പുണ്ടായിരിക്കണം നമ്മളുടെ അടപ്പിൻ്റെ നമ്മളിട്ട് കൊടുത്ത ഹോളിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാത്തിലും ചെറുതായെന്ന് തോന്നിയതിലൊക്കെ ഞാനൊന്ന് വലിച്ച് ഒന്ന് വലുതാക്കിയെടുത്തു. ഇത്രയും മതി. ഇനി നമ്മളുടെ ആ സിങ്കിൻ്റെ ആ ഉൾഭാഗത്ത് കണ്ടോ, ഈ ഉൾഭാഗത്ത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ അങ്ങ് വെച്ച് ഒന്ന് ചേർപ്പിച്ച് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളുടെ ആ വേസ്റ്റൊക്കെ അങ്ങോട്ട് വരത്തില്ല. കണ്ടോ, ഇപ്പോൾ വെള്ളം പോകുന്നുണ്ട് നന്നായിട്ട്, അതിൻ്റെ ഇടയിൽ കൂടി നന്നായിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഇറച്ചി മീനും ഒക്കെ വൃത്തിയാക്കുമ്പോൾ എപ്പോഴും നമ്മളുടെ വേസ്റ്റൊക്കെ അടഞ്ഞ് നമ്മളുടെ ആ സിങ്ക് ബ്ലോക്കായി പോകാറുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ കണ്ടോ വേസ്റ്റൊക്കെ ഞാനൊന്ന് ഇട്ട് നോക്കുകയാണ്. അത് കഴുകി വേസ്റ്റൊക്കെ ഇട്ട് നോക്കിയപ്പോൾ അത് അവിടെ തങ്ങിയിരുന്നോളും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രയോജനമാണ് ഇങ്ങനെ ഒരു അടപ്പ് കൊണ്ട് ഇതുപോലെ ഹോളുണ്ടാക്കി നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ സിങ്ക് ബ്ലോക്ക് ആകത്തില്ല. അപ്പോൾ ആ വേസ്റ്റൊക്കെ അവിടെ അടിഞ്ഞു കൂടി കിടന്നോളും. പ്രത്യേകിച്ച് ഇറച്ചിയുടെ മീനിൻ്റെയൊക്കെ വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ അടിഞ്ഞു കൂടിയാലും നമ്മളുടെ ആ സിങ്ക് ബ്ലോക്കായി പോകും. അപ്പോൾ അങ്ങനെ ബ്ലോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. കണ്ടോ വേസ്റ്റൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് ആ അടപ്പങ്ങ് പൊക്കി അങ്ങ് എടുത്ത് മാറ്റിക്കളയാം. അല്ലെങ്കിൽ ഇതുപോലെ കൈകൊണ്ട് വാരിക്കളയാം. ഇതുപോലെ അങ്ങ് പൊക്കിയെടുത്ത് നമുക്ക് ആ വേസ്റ്റൊക്കെ എടുത്ത് കളയാം. അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ വാരിക്കളയാം. തിരിച്ച് വെച്ചാൽ പറ്റത്തില്ല. നമ്മൾ ഇങ്ങനെ തന്നെ വെക്കണം. ഈ ഒരു രീതിയിൽ തന്നെ വെക്കണം. അപ്പോൾ നമ്മളുടെ സിങ്ക് ഒരിക്കലും ബ്ലോക്ക് ആകത്തില്ല. പ്രത്യേകിച്ച് ഞാനിവിടെ ഇറച്ചി മീനൊക്കെ കഴുകുന്നതുകൊണ്ട് എപ്പോഴും ബ്ലോക്ക് ആകുമായിരുന്നു. അപ്പോൾ ഞാനൊരു ട്രിക്ക് ഇങ്ങനെ വെച്ച് നോക്കിയതാണ്. അപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കുകയാണ്. വളരെ നമ്മൾക്ക് സിമ്പിളായിട്ട്, നമ്മൾക്ക് പ്ലംബറിനൊന്നും വിളിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് ഇതുപോലെ സിമ്പിളായിട്ട് കണ്ടോ, ഞാൻ കുറച്ച് വേസ്റ്റ് ഇങ്ങനെ ആ പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ കഴുകി നോക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ആ വെള്ളം കുറേശ്ശെ പൊക്കോളും. വെള്ളം ബ്ലോക്കായി കിടക്കത്തില്ല. വെള്ളം ആ ഹോളിൽ കൂടി പൊക്കോളും. ആ വെള്ളം ഹോളിൽ കൂടി പോയി കഴിയുമ്പോൾ നമ്മൾ വേസ്റ്റ് മുഴുവന് അതിൻ്റെ അകത്ത് തങ്ങിക്കിടന്നോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ കിച്ചൺ സിങ്ക് ഒരിക്കലും ബ്ലോക്ക് ആകത്തില്ല. എനിക്കിത് എപ്പോഴും ബ്ലോക്ക് ആകുമായിരുന്നു. കാരണം ഞാൻ എപ്പോഴും മീൻ വൃത്തിയാക്കുമ്പോഴും അതിൻ്റെ ആ ചെതുമ്പലും അതിൻ്റെ അഴുക്കൊക്കെ പോയി ഇതെപ്പോഴും ബ്ലോക്ക് ആകുമായിരുന്നു. അപ്പോൾ പ്ലംബറിനെ വിളിക്കേണ്ടി വരുമൊക്കെയായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു മെത്തേഡ് വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഓക്കേ.